ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു KFC സ്പൈസി ചിക്കൻ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ KFC സ്പൈസി ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് സോയ സോസ് ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള സോയ സോസ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലുള്ള സോയ സോസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കെച്ചപ്പാണ്. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കെച്ചപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മാഗി മസാല പൗഡറാണ്. നമ്മൾ സാധാരണ ചിക്കൻ നൂഡിൽസ് മേടിക്കുമ്പോൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടാവുന്ന മാഗി മസാല പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാഗി മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും KFC ചിക്കൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഈ ഒരു ചിക്കന് കിട്ടുന്നതാണ്. 1.5 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പാക്കറ്റ് ആവശ്യമായിട്ട് വരും. എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മാഗി മസാല പൗഡർ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി മസാല പൗഡറിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ സോയ സോസിലും ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 1.5 കിലോ ചിക്കനാണ് നമ്മൾ സ്കിന്നോട് കൂടിയിട്ട് വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. KFC ചിക്കൻ എപ്പോഴും സ്കിന്നോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. അതിനുശേഷം ഇത് നല്ല ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്കിലും മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി പിടിക്കൂ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളിത് തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അടുത്തതായി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനുള്ള പൗഡർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി 2 ടീസ്പൂൺ അളവിലുള്ള കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് കോട്ടിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ചിക്കൻ പീസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഒരു ചിക്കൻ പീസ് നമ്മളിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ഡബിൾ കോട്ടിംഗ് ആണ്. കോട്ട് ചെയ്തെടുത്ത ചിക്കൻ പീസ് നമുക്കിനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ചിക്കൻ KFC സ്റ്റൈലായിട്ട് കിട്ടുക. ഇപ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് എല്ലാം ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ ചിക്കൻ പീസസും നമ്മളിവിടെ ഡബിൾ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ കോട്ടിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. ഇനി നമ്മുടെ KFC ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇതാ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്കാകാതെ വരും. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിന് മുൻപ് ബ്രോസ്റ്റഡ് ചിക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കുക.
ഇപ്പം നമ്മുടെ സ്പൈസി KFC ചിക്കൻ ഇതാ അടിപൊളിയായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് സമയം എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഈ പീസസ് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി KFC സ്പൈസി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.